ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ 2-3 ദിവസം മുന്നേ ഒരു പോൾ ഇട്ടിരുന്നു. അപ്പം ഞാൻ ഏത് ടൈപ്പിലുള്ള ജേണലാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ ജേണൽ സപ്ലൈസ് യൂസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ജേണൽ സപ്ലൈസ് യൂസ് ചെയ്തിട്ടുള്ളത്, പിന്നെ വിൻറ്റേജ് ജേണൽ സപ്ലൈസ് അതൊക്കെ ഉണ്ടാക്കുന്നതാണ്, പിന്നെ ക്യൂട്ടായിട്ടുള്ള ജേണൽ സപ്ലൈസ്, പിന്നെ വേറെ ജങ്ക് ജേണൽ. അത് പിന്നെ എല്ലാവർക്കും നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ജേണൽ. ഈ 4 ജേണലാണ് ഞാൻ കൊടുത്തത്. അപ്പം എനിക്ക് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 100% ആൾക്കാർ ജേണൽ സപ്ലൈസിലാണ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പം 63 38 അങ്ങനത്തെ എന്തോന്ന് ജേണൽ സപ്ലൈസിലും, പിന്നെ വിൻറ്റേജ് ജേണലിലും 33% ആണ് വന്നത്. ബാക്കിയുള്ളതിലൊന്നും ഒന്നും വന്നിട്ടില്ല. അപ്പം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നമ്മളെ ജേണൽ സപ്ലൈസ് ഒറിജിനൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ അത് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഈ സൈഡിൽ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജേണൽ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതിൽ ഇഷ്ടംപോലെ ജേണൽ ചെയ്തിട്ടുണ്ട്. ഇതാക്കണ്ടോ, കണ്ടോ, ഇഷ്ടംപോലെ ജേണൽ ചെയ്തിട്ടുണ്ട്. ഇത് ഒക്കെ ഞാൻ ചെയ്തതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ജേണൽ ചെയ്യാം. ഞാൻ 2 പേജ് വെച്ചിട്ടാണ് ജേണൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചെയ്യാം. ഈ കവർ പേജ് ഇല്ലെങ്കിൽ നല്ല സുഖമായിട്ടിരുന്ന് ജേണൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ചെയ്യാം. ഞാനിത് ലാസ്റ്റ് ചെയ്ത 2 ജേണൽ. അപ്പം നമുക്ക് പേജിൽ ചെയ്യാം. പാറ്റേൺ പേപ്പർ ഞാൻ ചെറിയൊരു പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട് ഗായ്സ്. ഒന്ന് കത്രിക കൊണ്ടൊന്ന് കീറി കൊടുത്തതിന് ശേഷം അപ്പം ഇനി പശ തേച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ കുറേ ആയിട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഇപ്പം ഞാൻ ഡാൻസിൻ്റെ വീഡിയോ ആണെങ്കിലും, പിന്നെ ഇപ്പം അടുത്ത് ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു ജേണൽ സപ്ലൈസ്, പിന്നെ ഞാൻ ചെയ്ത ജേണൽസൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് വീഡിയോ. അപ്പം ഇപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് ഗൈസ്. അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻ്റ് ഇടുന്നത് പോലെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കാം. പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറാണ്. അപ്പം ഞാനൊരു മെമ്മോ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 2 ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇടിച്ചു കൊടുത്തു. പിന്നെ ഞാനിതാ ഒരു മെമ്മോ പാഡ്. അതാ നമ്മൾ മെമ്മോ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നു. പോകുന്നു ഗായ്സ്. നോക്കട്ടെ, ഷാന് ചുമയാണ് ഗായ്സ്. അപ്പം നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പം ആ കാർഡ് എടുക്കാം, പശ തേക്കാം, ഒട്ടിക്കാം. ഈ സൈഡിൽ ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഇതാണ്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഒരു റെക്റ്റാങ്കുലർ സ്റ്റാമ്പാണ്. പിന്നെ അത് ഞാൻ ഇവിടെ നേരെ തൊട്ട് താഴായിട്ട് പിന്നെ കീപ് ദ സ്മൈൽ അങ്ങനത്തെ ഒരു വട്ടത്തിലുള്ളൊരു സംഭവമുണ്ട്. അത് ഞാൻ നേരെ എടുത്ത് ഇപ്പോൾ ഇവിടെ ഒട്ടിച്ചെടുക്കും. കിട്ടിപ്പോയി. ഇപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മളൊരു സ്റ്റാമ്പ് എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് സ്റ്റാമ്പാണ്. അതാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഒരു ഹാർട്ടാണ്, എന്നിട്ട് ഹെഡ് ബീറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് പറിച്ചു കൊടുക്കാം. നല്ല ടഫാണ് ഇത് പറിച്ചു കൊടുക്കാം, പക്ഷെ നല്ല ഭംഗിയാണ്.
പറിച്ച് കൊടുക്കുന്ന കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അസറ്റ് ഗൈസ്. നമ്മൾ ഇതെവിടെ ഒട്ടിച്ചെടുക്കും? ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇപ്പോൾ കുറച്ചുകൂടി കാണുന്നുണ്ടല്ലേ? ഇതാണ്. ഞാനൊരു കുറോമിയുടെ ഒരു കവായി സ്റ്റിക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റിക്കർ എടുത്ത് ഞാൻ അത് ഞാൻ ഈ സൈഡിലായിട്ട് ഒട്ടിച്ചെടുത്തു. പിന്നെ ഫ്രണ്ട്സ്, ഈ ഒരു സ്റ്റിക്കറാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. കിട്ടി. ഇതെന്താ ഇത്? ബിഫോർ സൺറൈസ് എന്നാണ് ഗൈസ് ഒട്ടിച്ചെടുത്തത്. വളഞ്ഞു പോയി. ഈ ഒരു ബുക്കിൽ നല്ലോണം നമ്മൾ ഒട്ടിച്ചെടുത്തത് കുളമായിക്കഴിഞ്ഞാൽ വേഗം പറിച്ചൊട്ടിക്കുക. സ്റ്റിക്കേഴ്സൊക്കെ ആകുമ്പോൾ വേഗം എന്ന് വെച്ചാൽ നമുക്ക് പറിച്ച് വീണ്ടും നല്ലോണം ഒട്ടിച്ചെടുക്കാൻ പറ്റിയൊരു ഇതുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇവിടെ ഒട്ടിച്ചെടുത്തു. ഇനി ഒരു സർക്കിൾ സ്റ്റിക്കർ എടുത്ത് ഇതിൻ്റെ മേളിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഫ്രണ്ട്സ്, ഞാനൊരു ചൈനീസ് ഒരു എഴുതിയിരുന്നു. അപ്പം അതെടുത്തു. ഇതിപ്പോൾ ഇവിടെ വയസ്സ് ഒട്ടിച്ചു കൊടുക്കുക. ഈ സൈഡിലേക്ക് എന്താ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ബുക്കിൻ്റെ എവിടെ വീട്ടിലേക്ക് കണ്ടിട്ടില്ല. ഇവിടെ കണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ആ സംഭവമാണ് വെച്ച് നോക്കി എഴുതിയത്. അപ്പം കറക്റ്റൊന്നും ആയിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സ്വന്തം വാഷി ടൈപ്പ്. ഇത് പിക്ചറുള്ളൊരു വാഷി ടൈപ്പിൻ്റെ ഒരു ക്ലൗഡ് ഒരു ഇതാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇതിൽ നിന്ന് ഞാനൊരു പീസ് എടുത്തു. വാഷി ടൈപ്പ് വെട്ടി നേരെ അതിൻ്റെ താഴത്ത് കൊണ്ട് ഒട്ടിച്ചെടുക്കണം എന്തെങ്കിലും. പക്ഷെ അത് താഴത്തൊന്നും ഒട്ടിച്ചെടുത്തില്ല, ഇവിടെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ എന്താ ഈ ഒരു ഡോട്ട് സ്റ്റിക്കേഴ്സിൽ നിന്ന് കുറച്ച് നീക്കി ഒരു 2 സ്റ്റിക്കർ എടുക്കാം. രണ്ട് കണ്ണ് പോലെ 2 സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തു. ഏതായാലും ചൈനീസ് എഴുത്ത് കാണണം. ഇപ്പോൾ ഒരു കുഞ്ഞ് ചൈനീസ് എഴുത്തൊക്കെ എടുത്ത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് പെൻ എടുത്തിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ മെമോയിലാണ് എഴുതി കൊടുക്കുന്നത്. നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഞാൻ എൻ്റെ സാധാ ഹാൻഡ് റൈറ്റിങ്ങിലാണ് എഴുതുന്നത്. സം തിങ്സ് ആർ ഓൾവേസ് ട്രൂ. അതാണ് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ജേണലിൻ്റെ ഔട്ട്പുട്ട് ഇതാണ് ഗായ്സ്. കണ്ടോ? ഇതാണ് ഇപ്പം നമ്മുടെ ലാസ്റ്റായിട്ടുള്ള നമ്മളൊരു അപ്പം ചെറിയൊരു കോഡ് സെറ്റ് ഇവിടെ നമ്മുടെ നോക്കിയിട്ട് സെറ്റ്
I have the power to change. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അവിടെ ഒരു ബ്ലാങ്ക് പോലെ ഇരിക്കുന്നുണ്ട്. I have power to ഇവിടെ നമ്മൾ ഇങ്ങനെയും കൂടി എഴുതി കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു പീസ് എടുക്കാം. അല്ലാണ്ട് ഗൈസ് ഇപ്പം തന്നെ ഈ സ്റ്റിക്കേഴ്സിന് ഒരു ബ്ലൂ സ്റ്റിക്കർ എടുത്തിട്ട് ഒരു ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു കുഞ്ഞൻ ഹേർട്ട് ഒട്ടിച്ചെടുക്കാം. Yes guys, I finished the journal. ഇപ്പോഴത്തെ നമ്മുടെ ഔട്ട്പുട്ട് ഇതാണ്. ഞാൻ പറഞ്ഞില്ല കണ്ണ് പോലെയൊക്കെ, പക്ഷെ രണ്ട് കണ്ണാന്നേ ഉള്ളൂ. അപ്പം ഇനി നമ്മളിത് കൂട്ടി വെക്കും. കണ്ടോ ഗൈസ്, ഇപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ കട്ടിങ്ങനെ. ഇനി ഞാൻ ചെയ്ത ജേണൽസ് ഒക്കെ ഫസ്റ്റ് ചെയ്തത് ഇനി നമുക്ക് ഇവിടെയാണ് ചെയ്യാനുള്ളത്. അപ്പം അവിടെ ഒരു സംഭവം വെച്ചെടുക്കണ്ടല്ലോ. കിട്ടിപ്പോയി നമ്മുടെ ഇവിടെ വെച്ച്. അപ്പം ഇതിവിടെ വെച്ച് കൊടുത്തു, പൂട്ടി ഇവിടെ വെക്കും. നമ്മൾ ജനൽ കിറ്റിനുള്ളിൽ വെച്ചെടുക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഇനി നിങ്ങൾ ഏത് തീമാണ് ജേണൽ വേണ്ടതെന്ന് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് പർപ്പിൾ തീമുണ്ട്, വേറൊരു തീമുണ്ട് ഗൈസ്, ഈ ഡാർക്ക് ബ്ലൂ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് വാങ്ങിയിരുന്നു ഡാർക്ക് ബ്ലൂ ജേണൽ സപ്ലൈസിൽ. അപ്പോൾ ജേണൽ കിറ്റ് അപ്പോൾ വാങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്നു കുറേ. അതിൽ പിന്നെ ആ സാധനങ്ങളാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ വെച്ച് ഒളിക്കുന്നെന്ന് ഞാൻ ഓക്കും കൊടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കി കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ കാണിച്ചത് അതിലുള്ള സാധനങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. അതിലുള്ള സാധനങ്ങളൊക്കെ കാണാൻ. എനിക്ക് സ്റ്റിക്കേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സൺഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ ആണ്. ഞാൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് കൊടുത്തു. അപ്പം പിന്നെ എൻ്റെ അടുത്ത് ആ ഡാർക്ക് ബ്ലൂ ഉണ്ട്, പർപ്പിൾ തീമുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും ഏത് തീമാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് തരാം. ഇനി ഞാൻ നിങ്ങൾ ഒരു രണ്ട് ക്രാഫ്റ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രണ്ട് ക്രാഫ്റ്റ് പറ്റുകയാണെങ്കിൽ ഒരു ക്രാഫ്റ്റ് മീൻസ് നിങ്ങൾ ഒരു ക്രാഫ്റ്റെങ്കിലും മിനിമം ഇടണം. എന്നിട്ട് ഇട്ടതിന് ശേഷം അതിൽ ഞാൻ ഒന്ന് സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് എനിക്ക് പറ്റുന്ന രണ്ടെണ്ണമാണ് പറയുന്നതെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഒന്നാണ് പറയുന്നെങ്കിൽ അത് ഞാൻ ചെയ്യും. ആ ആളുടെ പേര് വെച്ചിട്ട് ഞാനൊരു ജേണൽ ചെയ്യും. അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ വലിയ നിലയിലേക്ക് എത്തിച്ചതിന് ശേഷം നമുക്ക് കുറേ വാങ്ങാണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കളേഴ്സ് ജേണൽ കിറ്റ് വാങ്ങുന്നതായിരിക്കും. അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ എല്ലാം നടക്കൂ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ വേറെ ഈ ഒരു ഡാർക്ക് ബ്ലൂ തീം ജേണൽ സപ്ലൈസ് ചെയ്തിട്ടുള്ളൊരു ജേണൽ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.